ടോപ്പിക്ക് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലൂടെയാണ് കടന്ന് പോകുന്നത്. നമ്മൾ അതിന് കൊടുത്ത കോഡ് എന്ന് പറയുന്നത് വാക്ക് എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അധികം ഞാൻ ഇനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ കോഡ് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് നമ്മൾ 2 ഇമേജസിലൂടെ അത് പ്രൂവ് ചെയ്തു. വാക്കിംഗ് വേഴ്സസ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ചിലതിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നത് പോലെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം, ചിലതിൻ്റെ അകത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതുപോലെ നമുക്ക് തോന്നുന്നുണ്ടാകാം. ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമായിട്ട് നമ്മൾ ആ ക്ലാസ് ഇങ്ങനെയായിരുന്നു കണ്ടിന്യൂ ചെയ്തത്. ഒരു പ്രത്യേകമായ മൊമെൻറ്റിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നമ്മൾ ആ വാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ അതിനുശേഷമായി വാക്കിങ്ങും സ്റ്റാൻഡിങ്ങും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മളും ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവർ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് പോകുമെന്നൊരു വിശ്വാസം ഉണ്ടാകണം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ തോന്നും, മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുമെന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അടുത്തൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ ഭാഗത്തോട്ട് ഞാൻ അത്രയും കടക്കാത്തത്. അതിനുശേഷമായിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിക്കും. കഴിഞ്ഞ 3 അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ 4-ാം അധ്യായം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, നമ്മുടെ ജീവിതം മാറാൻ ഈ 4-ാം അധ്യായം ഇനഫാണ്. 4-ാം അധ്യായം നമ്മളൊന്ന് ശരിക്കും പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. അതിനുശേഷമായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. എന്നാൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഗ്രോത്ത് ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടെ ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, മിസ്സിങ് ഗോഡ്സ് ബെസ്റ്റ്. നമ്മുടെ ജീവിതത്തിനകത്ത് ചില മൂവ്മെൻറ്റുകൾ നടക്കുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഫലമുള്ള മാവിലെ അല്ലെങ്കിൽ ഫലമുള്ള വൃക്ഷത്തിനെ ഏറ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ജീവിതത്തിനകത്ത് ഏറ് കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം ഫലമില്ലാന്ന്. ജീവിതത്തിൽ ക്രിറ്റിസിസം വരുന്നില്ലെങ്കിൽ ഓർത്തോണം, എവിടേക്കൊക്കെയോ ഫലം വാടി തുടങ്ങിയെന്ന്. ജീവിതത്തിൽ നെഗറ്റീവ് മറ്റുള്ളവർ പറയാതിരിക്കുമ്പോൾ ഓർത്തോണം ഫലം പഴുത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കി, ഈ പഴുത്ത ഫലമുണ്ട്, വാടിയ ഫലമുണ്ട്. നമ്മുടെ ചില സാഹചര്യത്തിനകത്ത് ഇന്ന് വാടിയിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നൊരു സെക്ഷനാണ് ഈ സെക്ഷനെ ദൈവാത്മാവ് മാറ്റും. ഞാൻ ആ ഒരു കാര്യത്തെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു കാര്യമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെയാണ്, നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തണമെങ്കിൽ, അത് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ പാർട്ടിലൂടെയാണ് കൺക്ലൂഡ് ചെയ്തത്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് നോവിങ് ക്രൈസ്റ്റ് ഓൺലി, ഇറ്റ് ഈസ് അബൌട്ട് വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഡെയിലി. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതല്ല, ക്രിസ്തുവിനോടുകൂടെ അനുദിനവും നടക്കുന്നതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലോട്ട് കിടക്കുന്നത്. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ അറിയുന്നതല്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെ ഡെയിലി നടക്കുന്നതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ നടക്കുന്നത്, അത് ഏതെങ്കിലും മേഖലയുടെ അകത്ത് വെച്ചിട്ട് നമുക്ക് കർത്താവിനെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ദാസിയെ സാക്ഷ്യം പറഞ്ഞു ആ ഒരു സാഹചര്യത്തെക്കുറിച്ച്, ആരും കണ്ടില്ലായിരുന്നെങ്കിൽ താനിന്ന് പുറത്തു വരത്തില്ലായിരുന്നു അല്ലേ? നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ ക്രിസ്തുവിനെ എവിടെയെങ്കിലും മിസ്സായതുപോലെ തോന്നുന്നുണ്ടോ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ അകത്ത്? പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് തുടർമാനമായിട്ടൊരു വാക്യം ഞാനത് വായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ ഇന്ന് എനിക്ക് ആത്മാവിനെ അനുസരിച്ച് ഒന്ന് നടക്കണം, ഒന്നുകൂടി ഒന്ന് ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. ഞാൻ അവിടെ നിർത്തിയിട്ട് ഇനി ഒരു ചോദ്യം ചോദിക്കുക, എന്തായിരിക്കും പ്രിയമുള്ളൊരു വാക്ക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? എന്തുവാ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് വാക്ക്? ആ വേർഡ് എന്തായിരിക്കും?
നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടോ? വാക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജസ്റ്റ് ഒരു നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും വാക്ക്? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? Jesus walked on top of the water. Okay, യേശു കർത്താവ് വെള്ളത്തിലൂടെ നടന്നു. Our faith. Yeah, by faith. So our faith should, yeah. Continue ചെയ്തു. Our faith should increase the same way. Related to how, അതിനെ കുറിച്ചായിരിക്കും, like how our walk should be to looking at that faith. Yeah, അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം എന്നൊരു കാര്യത്തെ കുറിച്ചാണുള്ളൊരു പോയിന്റ് നമുക്ക് പോകുന്നു. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വാക്ക് എന്തായിരിക്കുന്ന? ഈ നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കണ്ട. നമ്മൾ എഫേസ്യ ലേഖനത്തെ കുറിച്ച് ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല എന്ന് ഇമാജിൻ ചെയ്യുക. എൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ വാക്ക് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന കാര്യം ഇതുമായിരിക്കും. ഈ പുള്ളിക്കാരൻ വേറെ എന്തൊക്കെയൊക്കെയോ ഒപ്പിക്കാൻ പോവാന്നാണോ ഇപ്പോൾ ചിന്തിക്കുന്നത്? എന്തോ നമ്മുടെ മനസ്സിൽ വരുന്നത്? എൻ്റെ മനസ്സിലൂടെ വോക്ക് എന്ന് പറയുന്ന ആ വേർഡ് കേൾക്കുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം വരുന്നത് വാക്ക് അല്ലേ? വാക്ക്. അപ്പോൾ എന്തായിരിക്കും വാക്ക്? അതല്ല അതിൻ്റെ ഉത്തരം. ഞാൻ അതിലോട്ട് വരും. പക്ഷേ എനിക്ക് പ്രിയമുള്ളവരോട് ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ട് അതിനെ കൊണ്ടുപോയാലേ ആ ഡീപ്പായിട്ടുള്ള മീനിങ്ങിലൂടെ എനിക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുവാ ആഞ്ചലിൻ സിസ്റ്റർ, എന്തുവാ വാക്ക് എന്ന് പറഞ്ഞാൽ? മനസ്സിലോട്ട് എന്താ വരുന്നത്? ഞാൻ പെട്ടെന്ന് ഓർത്ത് വാക്ക് പയ്യെ നടക്കുന്നത്, വേഗത്തിൽ നടക്കുന്നത്, അങ്ങനെ. അപ്പോൾ ടൈപ്സ് ഓഫ് വാക്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യം നല്ല പോയിന്റാണ്. രണ്ട് ഉത്തരം നല്ല. ഒന്ന് വിശ്വാസത്താൽ നടക്കുന്നത്, ഒന്ന് പതുക്കെ നടക്കുന്നത്. ഈ രീതിയിലൊക്കെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ എലിസബത്ത് ആൻറ്റി നിന്ന് എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആൻറ്റി ഉണ്ടെങ്കിൽ ആൻറ്റി ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചില ഉത്തരങ്ങളൊക്കെ പറഞ്ഞേനെ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? In Old Testament നമുക്ക് കാണാൻ പറ്റും how Moses walked through the Dead Sea and how he was taken all the way from Israel, leading the people of Israel through, he was walking through the wilderness. അത് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. So in Old Testament also that's one area. I immediately came, എൻ്റെ ചിന്തയിൽ വന്നത് ആ ഒരു വാക്കും ഉണ്ട്. അപ്പോൾ ഒരു വിൽഡർനെസ് വാക്കും ഉണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട് ആ വാക്ക് അല്ലേ? ചില മരുഭൂമിയിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് അല്ല ചെയ്യുന്നേണ്ടി, ചില മരുഭൂമിയിലൂടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടതായിട്ട് വരും. ആ മരുഭൂമിയുടെ അകത്തൂടെ നടന്നു പോകുമ്പോഴും അതൊരു നടത്തുവാണ്. പക്ഷെ ഞാൻ അതിനാ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത്, ഇനി നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് വാക്ക്? ആ ഒരു കാര്യത്തെ ഞാൻ 4 രീതിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് W എന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് ക്രൈസ്റ്റ്. വാക്ക് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടക്കുക. അതിനെയാണ് നമ്മൾ ആ WALK എന്നുള്ളതിൻ്റെ ഫുള്ള് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അക്ഷരമായ W എന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുക. W മീൻസ് വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ആ ഒരു കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭാഗത്തോട് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ ആ മീനിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. W മീൻസ് വാക്ക് വിത്ത് ക്രൈസ്റ്റ്, യേശുവിനോട് കൂടെ നടക്കുക. അത് 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലാണ് കാണാൻ പറ്റുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് 6 വരെ വാക്ക് വിത്ത് ക്രൈസ്റ്റ് ആണ്. യേശുവിൻ്റെ കൂടെ നടക്കുക. സ്പീഡ് കൂടുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുക. രണ്ടാമത്തെ വേർഡിലൂടെ ഞാൻ പോവുക. കാരണം അടുത്തൊരു സെക്ഷനിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. A എന്ന് പറഞ്ഞാൽ ആക്ട് ഇൻ യൂണിറ്റി. ആക്ട് ഇൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഐക്യതയിൽ ചെയ്യണം എന്നൊരു കാര്യം. ഐക്യതയിൽ ചെയ്യണം. ആക്ട് ഇൻ യൂണിറ്റി. ആക്ട് ഇൻ യൂണിറ്റി. അത് കാണാൻ പറ്റുന്നതും സെയിം വേഴ്സാണ്. വേഴ്സ് 1 to 6 തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാക്ക് എന്ന് പറയുന്ന ഒരു കോഡാണ്. ആ കോഡ് ചാപ്റ്റർ 4 നിന്നാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ചാപ്റ്ററുകളെ കുറിച്ചൊരു സമ്മറി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമോ.
അതിൽ ആദ്യത്തെ വേർഡായ W എന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുക. അത് 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ കാണാൻ പറ്റും. രണ്ടാമത് A ഫോർ ആക്ട് ഇൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യതയിൽ നടക്കുക എന്നൊരു തലം. അതും വേഴ്സ് 1 to 6 കാണിക്കുന്നത്. അതിനുശേഷമായിട്ട് WAL, ആ L എന്ന് പറഞ്ഞാൽ ലീവ് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം ജീവിക്കുക. ഒരു പുതിയ ജീവിതം ജീവിക്കുക എന്നൊരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ലീവ് എ ന്യൂ ലൈഫ്, അത് നമുക്ക് കാണാൻ പറ്റുന്നത് വേഴ്സ് 17 to 24 ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലോട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. L എന്ന് പറഞ്ഞാൽ ലീവ് എ ന്യൂ ലൈഫ് 17 to 24. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ചിന്തിക്കുക. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ചിന്തിക്കട്ടെ. ലാസ്റ്റ് K എന്ന് പറഞ്ഞാൽ കീപ് ഗ്രോവിങ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വളർച്ച ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ വേഴ്സ് എന്ന് പറഞ്ഞാൽ വേഴ്സ് 7 to 16 25 to 32 കീപ് ഗ്രോവിങ്. നമ്മുടെ ജീവിതത്തിന് എന്ത് വേണം? ആത്മീക ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകണം. അതിൻ്റെ സ്കെയില് എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം. ആ സ്കെയില് ഡിക്രീസ് ആകരുത്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നത്. കീപ് ഗ്രോവിങ്, നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകണം. ആ ഗ്രോത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടി ആ റെഫറൻസ് സഹിതം പറഞ്ഞു തരാം. ആദ്യം വാക്ക് വിത്ത് ക്രൈസ്റ്റ് വേഴ്സ് 1 to 6. ആക്ട് ഇൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യതയിലുള്ള ഒരു നല്ല മനോഭാവം, അതും വേഴ്സ് 1 to 6. അത് കഴിഞ്ഞിട്ട് വേഴ്സ് 17 to 24 ലീവ് എ ന്യൂ ലൈഫ്, പുതിയ ജീവിതം. ലാസ്റ്റ് K എന്ന് പറഞ്ഞാൽ കീപ് ഗ്രോവിങ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീകമായ ഉയർച്ച നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ റെഫറൻസ് വേഴ്സ് 7 to 16 25 to 32. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി നമ്മൾ ഇതിലൂടെ ഒന്ന്, എനിക്ക് പ്രിയമുള്ളൂടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നടക്കാറുണ്ടല്ലോ. നടന്നിട്ട് നമ്മൾ സ്റ്റക്കായി പോയാൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്തുമായിരിക്കും? നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായിപ്പോയി, എങ്ങനെയാണ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഈ രാത്രിയൊക്കെ കിടക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാലൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കാറില്ലേ? കാലൊക്കെ കോച്ചി പിടിച്ചിട്ടുണ്ടോ? സ്റ്റക്കായി പോയിട്ടുണ്ടോ? അത് കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമോ? ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റാൽ നമ്മൾ വീണ് പോകത്തില്ലേ? എഴുന്നേറ്റാൽ നമ്മൾ വീണ് പോകും. പക്ഷേ എങ്ങനെയായിരിക്കും നമ്മൾ ആ ടൈം ഒന്ന് ഓവർകം ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? കോച്ചി പിടിച്ചവർക്ക് ഒന്ന് ഉത്തരം പറയാൻ പറ്റുമോ? കാരണം ബാക്കിയുള്ളവർക്ക് അതിന് ഉത്തരം അറിയത്തില്ല. ഒന്ന് പറഞ്ഞാട്ടെ, ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യും? എങ്ങനെ ഓവർകം ചെയ്യും? എഴുന്നേറ്റിരിക്കും. എഴുന്നേറ്റിരിക്കും. എഴുന്നേറ്റിരുന്നിട്ടും പറ്റുന്നില്ല, നിൽക്കും. ഞാനത് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൻറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകുമെന്ന് ഞാൻ ചിന്തിക്കൂ. എലിസബത്ത് ആൻറ്റി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ ചിരിച്ച മുഖം ഒന്ന് ഓണായിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വരും. അപ്പോൾ മീൻസ് നമ്മൾ പറഞ്ഞു വന്ന ആ കാര്യം, ഈ കോച്ചി പിടിക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിൽ ചെറുതാടുന്ന തിരുമോ, അപ്പോൾ ചെറിയൊരു ചൂട് തട്ടും അല്ലേ? ഇന്ന് ചിലർക്ക് ചെറിയൊരു ചൂട് തട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ശാന്തമായിട്ട് ഇങ്ങനെ വന്നത്. എന്ന് പറഞ്ഞാൽ ചില മേഖലകളകത്ത് നമുക്കിന്ന് ചൂട് തട്ടണം. ചില മേഖലകളകത്ത് ചൂട് തട്ടുമ്പോൾ ആ ചൂട് നമ്മുടെ ചില പ്രത്യേകമായ മേഖലകളെ മാറ്റുമെങ്കിൽ, ചിലതിൻ്റെ അകത്ത് നമ്മൾ തണുത്തിരിക്കുവാണെങ്കിൽ, ചിലതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിൽ, ചിലതിൻ്റെ അകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വേണം ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഈ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ ഒരു ഗ്രോത്ത് വേണം. കർത്താവേ ആ സ്റ്റക്ക് മാറണം. കർത്താവേ ചില മേഖലകളകത്ത് ഞാൻ എൻ്റെ പ്രിയമുള്ളവർക്ക് ഒരു 30 സെക്കൻഡ് സമയം ഞാൻ തരുക.
നിങ്ങളുടെ ബുക്കിൽ അത് ആരെടുത്തും പറയണ്ട, സ്റ്റക്കായി നിൽക്കുന്ന ചില മേഖലകൾ നിങ്ങളൊന്ന് എഴുതിയാട്ടെ. അത് ആരെടുത്തും പറയണ്ട, എനിക്കും അത് കാണിച്ചു തരണ്ട. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ, ഒരു ബുക്ക് ഉണ്ടെങ്കിൽ, സ്റ്റക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ മേഖലകളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അധികമൊന്നും വേണ്ട, പക്ഷെ ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി എഴുതിക്കോ. കാരണം അങ്ങനെ ഒരു രീതിയിലോട്ടാണ് ഇന്ന് ഈ ക്ലാസ്സിനെ ദൈവാത്മാവ് നയിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏത് മേഖലയിലാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്? ഏത് മേഖലയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നത്? ഏത് മേഖലയിലാണ് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് പെട്ടെന്ന് സഡൻ ആയിട്ട് ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിച്ചത്? ഇപ്പോൾ എൻ്റെ പ്രിയമുള്ളവരൊക്കെ 1 or 2 ഉത്തരവൊക്കെ എഴുതിയിട്ടുണ്ടാവും. അടുത്തൊരു കാര്യം, ഏത് മേഖലയിലാണ് നിങ്ങളൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്? ഏത് മേഖലയിലാണ് നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്? ഏത് മേഖലയിൽ നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു? നമ്മുടെ ആഗ്രഹം ഉണ്ടാകും, കർത്താവ് എനിക്ക് ഇന്ന പോലെ നായ കൊള്ളാം, എനിക്കതിന് പറ്റുന്നില്ല. അതേതാ മേഖല? കാരണം അങ്ങനെ നമ്മളെ എഴുതി വെച്ച് ഇന്ന് മുന്നോട്ട് ഈ ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായിട്ട് ചിലർക്ക് വേണ്ടിയിട്ട് ക്രിയ ചെയ്ത് അതിൻ്റെ അകത്ത് ആ ഒരു കാര്യത്തിനകത്ത് മാറ്റം വരും. അതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ എഴുതി എന്ന് ഞാൻ ചിന്തിക്കുക. ആ എഴുതിയ പ്രിയമുള്ളവർ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ക്യാമറയിൽ കുറച്ച് അകത്തി ഒന്ന് കാണിക്കാമോ? മറ്റുള്ളവർക്കൊരു എൻകറേജ്മെൻ്റ്, അത് മറ്റുള്ളവർക്കൊരു എൻകറേജ്മെൻറ്റാണ്. കാരണം നമ്മൾ ക്യാമറ ചുമ്മാ ഓണാക്കിയിരിക്കുന്നതല്ല. അപ്പോൾ ചില ഗ്രോത്തുകൾ ഇന്ന് നമ്മൾ പ്രാപിക്കും. ആരും കാണുന്നില്ല, അത് ആരും വായിക്കത്തില്ല, അത് പക്ഷേ അതിൻ്റെ അകത്ത് എന്തുകൊണ്ട്? താത്തിക്ക് വേണ്ടി അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് നമ്മുടെ സ്റ്റക്കുണ്ട്, അതിനകത്ത് നമ്മുടെ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ആഗ്രഹമുണ്ട്. എലിസബത്ത് ആൻറ്റി താത്തി വെച്ചോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, കർത്താവേ ഒന്ന് പുറത്തു വരണം, അല്ലേ? ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചൊരൊറ്റ പ്രാർത്ഥന, ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത്, അവിടെ മീറ്റിങ്ങിന് പോയ സമയത്ത് രാവിലെ തൊട്ട് സെക്ഷൻ, അതിനിടയ്ക്ക് മറ്റുള്ള കോളുകൾ വരുന്നു, ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇത് വരുന്നു. ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടി കയറി ഒറ്റ കാര്യം പ്രാർത്ഥിക്കും, കർത്താവേ ഡോണ്ട് മേക്ക് മീ എ മാൻ ഓഫ് ബിസി. എന്നെ തിരക്കുള്ളൊരു മനുഷ്യനാക്കല്ലേ. തിരക്കുള്ളൊരു മനുഷ്യനാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തിരക്കാവും, ആത്മീക ജീവിതത്തിൽ നമുക്ക് തിരക്ക് വരും. ഇന്ന് ഈ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാനൊരു കാര്യം പറയാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ എന്നെ തിരക്കുള്ളൊരു വ്യക്തിയായിട്ട് ആക്കണ്ട, അങ്ങേക്ക് അവൈലബിൾ ആകുന്ന ഒരു ദാസനായിട്ട് മാറ്റണം, ഒരു ദാസിയായിട്ട് മാറ്റണം. ഞാൻ അന്ന് ആ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. രാവിലത്തോട് ഭയങ്കര തിരക്കുകളോടെ കടന്നു പോവുക. ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ ആളെ വിളിച്ചത് ഒരു 50 സെക്കൻഡാണ്, അത്രേ ഉള്ളൂ ആകെ വിളിച്ച ടൈം. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചങ്ക് ഇങ്ങനെ പിടയുക. ഞാൻ അവിടെ ഇരുന്നിട്ട് മുട്ടുമടക്കി ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുക. ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ, ഈ നമ്മൾ സ്റ്റേജിലിരിക്കും, എനിക്ക് സ്റ്റേജിലിരിക്കാൻ തീരെ താല്പര്യമില്ല. സ്റ്റേജിലിരുന്നാൽ നമുക്ക് കരയാൻ പറ്റില്ല. സ്റ്റേജിലിരുന്നാൽ നമ്മൾ കരയുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു സൈഡിലിരുന്നാൽ ആരും കാണാതെ അങ്ങനെ ചിലർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ നിയോഗമില്ലാതെ ആ രീതിയിലോട്ട് ഈ ക്ലാസ് അങ്ങനെ മൂവ് ചെയ്യില്ല. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ. കർത്താവേ അതെൻ്റെ ഹൃദയത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനോട് സംസാരിക്കുന്ന ഒരു വേർഡ് എങ്ങനെയാ? ചില കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒത്തിരി ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമാണ്. കർത്താവേ ഒന്ന് ഓവർകം ചെയ്യണം, പറ്റുന്നില്ല. നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, അപ്പ അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ വാക്ക് എന്ന് പറയുന്ന ആ വേർഡ് ഞങ്ങളിന്ന് പഠിക്കാൻ പോവുക. പക്ഷെ ചില മേഖലകളടുത്ത് ഞങ്ങൾ സ്റ്റക്കായി നിൽക്കുക, ചില മേഖലകളകത്ത് ഞങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാതെ ഇരിക്കുക. പക്ഷെ അപ്പം ഈ രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും വചനത്തിൻ്റെ ആഴങ്ങളിൽ, അത് ഹൃദയത്തിൻ്റെ ആഴത്തിലോട്ടൊന്ന് തട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ഈ രാത്രികാലം ഞങ്ങളെ ഒന്ന് തൊടണോ അപ്പ. ഞങ്ങളുടെ പ്രിയമുള്ളവർ അവരുടെ ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന വിഷയം അവർ ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർ സ്റ്റക്കായി പോയൊരു കാര്യമാണ്, ഗ്രോ ഇല്ലാത്തൊരു വിഷയമാണ്. അതിൻ്റെ അകത്ത് ഇന്ന് രാത്രികാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, ആ സ്റ്റക്ക് മാറുവാൻ വേണ്ടിയിട്ട്, ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടണം. ദൈവനാമം മഹത്വം ഉയരുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ? ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇതുമായി ബന്ധപ്പെടുത്തി ദൈവാത്മാവ് തന്നൊരു വാക്ക്, മർക്കോസിന്റെ സുവിശേഷത്തിലൊരു വാക്ക് 5-ാം അധ്യായത്തിൽ പറയുക, വീർപ്പ് മുട്ടി ചത്തു എന്ന് പറയുന്നൊരു വാക്കുണ്ട് അവിടെ. എനിക്കറിയത്തില്ല, ഈ ടോപ്പിക്കിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് സംസാരിക്കുക. അങ്ങനെ വീർപ്പ് മുട്ടിക്കുന്ന ചില വിഷയത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. വീർപ്പ് മുട്ടല, വലിഞ്ഞ മുറുങ്ങല. പക്ഷേ അതിൻ്റെ അകത്ത് ഇന്ന് നമ്മളിനി തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവാത്മാവ് അതിനെ ഓവർകം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോവുക. പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആ ഒരു കാര്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. നിങ്ങളുടെ ഒരു അറ്റൻഷൻ എനിക്കിന്ന് വേണം. കാരണം അങ്ങനത്തെ ഒരു തലത്തിലൂടെ ഈ ക്ലാസ് ഇന്ന് പോകുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ടൊന്ന് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വാക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു. ഒരു സെക്കൻഡ്, ഞാൻ ഇതിൽ ചെറിയൊരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫാക്കി ഇടട്ടെ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു സമ്മറിയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമ്മറി, അത് ഓരോ വാക്യത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുക കേട്ടോ. അപ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒരു ചാപ്റ്റർ സമ്മറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 6 വരെയുള്ള കാര്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞുവെങ്കിലും അത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഐക്യതയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഐക്യതയെക്കുറിച്ച് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ചാപ്റ്റർ സമ്മറിയാണ്, ചാപ്റ്റർ 4ൻ്റെ സമ്മറിയാണ്. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ഐക്യതയിൽ നടക്കുന്നതിനെ കുറിച്ച് പറയുക. അവിടെ ഐക്യതയെക്കുറിച്ച് പറയണമെങ്കിൽ ഐക്യത എവിടേക്കോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണമല്ലോ, അല്ലേ? ഐക്യത എവിടേക്കോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ 1 തൊട്ട് 6 വരെയുള്ള വാക്യം ഐക്യതയിൽ നടക്കാൻ വേണ്ടി പറയുവാണ്. അതിനുശേഷമായിട്ട് 7 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അവിടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലൻറ്റുകളിൽ അവിടെയുള്ള ഒരു വർക്കിനെ കുറിച്ച് പറയുക. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുക. അല്ലെങ്കിൽ ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ. അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ വരുന്നതുകൊണ്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. അപ്പോസ്റ്റലന്മാരുണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 7 തൊട്ട് 16 വരെ നമ്മുടെ ഗിഫ്റ്റുകളെ കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. അതിനുശേഷമായിട്ട് 17 തൊട്ട് 24 വരെ നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുക. 17 തൊട്ട് 24 വരെ നമുക്ക് എന്തുണ്ടാകണം? ഒരു പുതിയ ജീവിതം ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പുതിയ ജീവിതം ഉണ്ടാകണമെങ്കിൽ പഴയ കാര്യങ്ങൾക്ക് മാറ്റം വരണം. പുതിയ ജീവിതമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പുതുക്കം പ്രാപിക്കണം. ഞാനത് അടുത്ത സെക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 1 തൊട്ട് 6 വരെ ഐക്യതയിൽ നടക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. 7 തൊട്ട് 16 വരെ നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതിനുശേഷമായി 17 തൊട്ട് 24 വരെ പുതിയ ഒരു ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 25 തൊട്ട് 32 വരെ നമുക്ക് ഒരു ദൈവീക സ്വഭാവം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. ദൈവീക സ്വഭാവം. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് അവിടെ എക്സാമ്പിളുകൾ പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ വാക്യത്തിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ആ ഭാഗത്തൂടെ ഇപ്പോൾ പ്രിയമുള്ളവർ പോകണ്ട. നമ്മൾ എന്ത് ചെയ്യണം? സത്യം പറയണം, നമ്മുടെ കോപം മാറണം, ഇങ്ങനെ ഇതൊക്കെ ആ ഭാഗത്തോട് വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ സംസാരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 4ൻ്റെ ഒരു സിമ്പിൾ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ വേഴ്സ് 1 to 6 വാക്ക് ഇൻ യൂണിറ്റി, ഐക്യതയിൽ അല്ലെങ്കിൽ സമാധാനത്തിൽ നടക്കണം. 7 to 16 വർക്ക് ത്രൂ യുവർ ഗിഫ്റ്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഗിഫ്റ്റുകളിലൂടെ ഉള്ള ആ ഒരു പ്രവൃത്തി. 17 to 24 ഒരു പുതിയ ജീവിതം, ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം. അതിനുശേഷമായിട്ട് 25 to 32 അവിടെ കാണിക്കുന്ന ഒരു കാര്യം
നല്ല ദൈവീക സ്വഭാവമാണ്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് കാര്യമില്ല, പക്ഷെ യൂണിറ്റിയിലും കൂടെ ആകണം, മെച്യൂരിറ്റിയിലും കൂടെ ആകണം. പഴയ ജീവിതം നമ്മൾ കളയണം. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിലായവരല്ലേ നമ്മളെല്ലാവരും? നമ്മൾ സ്നാനപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? ഞാൻ ഏകദേശം ഒരു 2011 സ്നാനപ്പെടുന്നത്. ഒരു 15 കൊല്ലമാകുന്നു. നമ്മൾ എത്ര കൊല്ലമായി സ്നാനപ്പെട്ടിട്ടെന്ന് പറയാൻ പറ്റൂ? എത്ര കൊല്ലമായി? കൊല്ലത്തിന് കണക്ക് ചോദിച്ചാൽ നമ്മുടെ ഏജിനോളം അല്ലേ? അതുകൊണ്ട് നിങ്ങളത് പറയണ്ട. പക്ഷെ ഇന്ന് നമ്മൾ ഒന്നുകൂടി പുതുക്കം പ്രാപിക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ ആധാരമായിട്ട് ഞാനൊരു ഇല്ലുസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഇല്ലുസ്ട്രേഷൻ പ്രിയമുള്ളവർക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഇതെന്തുവാ പ്രിയമുള്ളവരെ? 2 സ്കെയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർക്ക് ആ ഉത്തരം ഒന്ന് തരണം. ആദ്യത്തെ സ്കെയിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന കാര്യം എന്താ? രണ്ടാമത്തെ സ്കെയിലിനെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട. ആദ്യത്തെ സ്കെയിൽ എന്താണ്? ആദ്യത്തെ സ്കെയിൽ കാണുമ്പോൾ, ആ ഒരു ഗോൾഡൻ സ്കെയിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഒന്ന് പറയാൻ പറ്റൂ? ഒന്ന് പറഞ്ഞാട്ടെ ആരെങ്കിലും. ആദ്യത്തെ ആ ഒരു സ്കെയിൽ കാണുമ്പോൾ എന്തോ നമ്മുടെ മനസ്സിൽ വരുന്നത്? ഇത് ഏതോ ഒരു മ്യൂസിയത്തിലെ നിലവിളക്കാന്ന് തോന്നുന്നുണ്ടോ? ഏതോ മ്യൂസിയത്തിലെ ഒരു സ്കെയിലാന്ന് തോന്നുന്നുണ്ടോ? പോട്ടെ, ഒന്നും കൂടെ നിങ്ങൾ എളുപ്പത്തിൽ ഞാൻ ചോദിക്കാം. ഈ 2 സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നാമത്തെ സ്കെയിലും രണ്ടാമത്തെ സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഈ 2 സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നാമത്തേത് 2 ഈക്വൽ ആണ്. ഒന്നാമത്തെ 2 ഈക്വൽ ആണ്. രണ്ടാമത്തേത് ഒന്ന് മുകളിലും ഒന്ന് താഴെ ഏറ്റക്കുറച്ചിലുണ്ട്. വേറെ എന്തെങ്കിലും ഡിഫറൻസസ് മറ്റുള്ള പ്രിയമുള്ളവർക്ക്? പ്രിയ എൽസിയാൻഡി പറഞ്ഞ വളരെ മനോഹരമായ ഉത്തരവാണ്. വേറെ എന്തെങ്കിലും ഉത്തരം നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്ന് കാണാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും ഡിഫറൻസസ്? സാധാ സ്കെയില്, മറ്റേത് കുരിശുപോലെ. ഓക്കെ, അതും ഒരു ഡിഫറൻസ് ആണ്. നമ്മുടെ ഡിഫറൻസ് ആണല്ലോ, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഭാരം കൂടുതലും ഒരെണ്ണത്തിന് ഭാരം കുറവുമാണ്. ഒരെണ്ണത്തില് ഭാരം കൂടുതലുവാ, ഒരെണ്ണത്തില് ഭാരം കുറവുവാ. നമ്മുടെ ചില സമയത്ത് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണോ? നമ്മുടെ ലൈഫും ചില സമയത്ത് ഇങ്ങനെയല്ലേ? ചിലയിടത്ത് ഭയങ്കര ഭാരമായിരിക്കും, ചിലയിടത്ത് ഭാരം ഉണ്ടാകത്തില്ല അല്ലേ? മറ്റുള്ള ഉത്തരങ്ങളും കൂടെ എനിക്ക് വേണം. ആ ഉത്തരങ്ങളിലൂടെയാണ് ഈ ക്ലാസ്സിൻ്റെ കോറായിട്ടുള്ളൊരു വിഷയം. ഇത് നിങ്ങളുടെ ഉള്ളിലോട്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൈമാറാൻ വേണ്ടിയിട്ടാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ആ 2 സ്കെയിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം എന്തെങ്കിലും ഉത്തരവുണ്ടോ? ജെയിൻ ആൻറ്റി എന്തെങ്കിലും പറയുന്നു? ഒന്ന് കാണാൻ നല്ല ബ്യൂട്ടിയാ, മറ്റേത് കാണാൻ അതിന്റെ കളേഴ്സ് എല്ലാം ഡാർക്ക് ആണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ്. അപ്പോ ഒരു സ്കെയിലിൽ തന്നെ കുറച്ചിലുണ്ട്, ഭാരം ഇങ്ങനെ. ഇത് ഞാനൊന്നും ചിന്തിക്കാത്ത കാര്യം കേട്ടോ. പക്ഷെ അത് നല്ല നല്ല ഉത്തരവാണ്. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ബൈബിൾ സ്റ്റഡിയിലോട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കളറിൽ, അതിൻ്റെ മറ്റു പല മേഖലകളിൽ എന്തുണ്ട്? ഏറ്റക്കുറച്ചിലുകളുണ്ട്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? കാരണം ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ചാപ്റ്റർ 4 മനസ്സിലാവും. കാലിയായിട്ട് നിൽക്കുമ്പോൾ തുല്യമായിട്ട് നിൽക്കുന്നു, ഭാരങ്ങൾ കൂടുമ്പോൾ അത് നല്ലൊരു പോയിന്റ്. ചില സമയത്ത് നമ്മുടെ ലൈഫ് അങ്ങനെയല്ലേ? ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ 2 കിലോ പഞ്ചസാരയുണ്ട്, നമ്മുടെ ഒരു കയ്യിൽ 5 കിലോ പഞ്ചസാരയുണ്ട്. ഏത് കൈയായിരിക്കും താന്ന് പോവുക? അല്ലെങ്കിൽ ഏത് സൈഡിനായിരിക്കും വെയിറ്റ് കൂടുതൽ വരിക? 5 കിലോ ഉള്ള പഞ്ചസാരയ്ക്ക് അല്ലേ? ചില സമയത്ത് നമ്മുടെ ഹാൻഡും അങ്ങനെ. കർത്താവിന്റെ ദാസി പറഞ്ഞ ഉത്തരം ഭയങ്കര മനോഹരമായ ഉത്തരമാണ്. നമ്മൾ ചില സമയത്ത് കൂടുതൽ ഭാരം ചില സ്ഥലത്തോട്ട് കൊടുക്കും. അത് കയ്യിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കും?
നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കും. പുള്ളിക്കാരൻ വിചാരിക്കും ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അയ്യോ കർത്താവ് ജോലി പോയി, അയ്യോ കർത്താവ് ഡിപ്രഷനാണ്, നമ്മൾ ചെയ്യുന്നതാ. പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ എന്നാ പ്രത്യേകിച്ച് ഇന്നിനിപ്പോൾ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് പഠിക്കും. ഈ മോശ പറയുന്നൊരു വാക്കുണ്ട്, അതിഭാരം. ചിലത് ഓവർ ബേഡനാണ്. നമുക്കുണ്ട് ചില വിഷയം നമുക്ക് ഓവർ ബേഡനാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ദൈവാത്മാവ് ഈ വാക്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ തെളിയിക്കാൻ പോവുക. അപ്പോൾ ഈ രണ്ട് സ്കെയിലിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് പറഞ്ഞത് ഒന്ന് ഈക്വലാണ്, ഒന്ന് ഈക്വൽ അല്ല. നമ്മളിനി അതിലൂടെ മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഈ ചാപ്റ്റർ 1 തൊട്ട് 3 വരെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ചാപ്റ്റർ 1 തൊട്ട് 3 വരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോളിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആയിരുന്നു. ബ്ലെസ്സിങ് കേൾക്കുമ്പോൾ നമ്മൾ എന്നാ പറയും? ആമേൻ പറയും. ബ്ലെസ്സിങ് കേൾക്കുമ്പോൾ ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക്, അല്ലേ? പക്ഷേ അവിടെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 1 തൊട്ട് 3 വരെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമുക്ക് മുദ്രയിടപ്പെട്ടു, നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറി, നമ്മൾ ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി, നമുക്ക് എന്ത് കിട്ടി? ആ ഒരു സ്വർഗീയ പൗരത്വം കിട്ടി. അതായിരുന്നു 1 തൊട്ട് 3 വരെയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ 4-ാമത്തെ ചാപ്റ്റർ തൊട്ട് 6-ാമത്തെ ചാപ്റ്റർ വരെ നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതാ ഞാൻ ആ ഒരു സ്കെയിലിൻ്റെ കാര്യം കാണിച്ചു തന്നത്. ഈക്വൽ ആയിരിക്കണം. ഒന്ന്, അവിടെ അവരുടെ കോളിങ്ങും ആ ബ്ലെസ്സിങ്സും അതിനെക്കുറിച്ച് ഒരു സൈഡിൽ പറയുമ്പോൾ മറ്റൊരു സൈഡിൽ പറയുന്നത് നമ്മുടെ റെസ്പോൺസാണ്. മറ്റൊരു സൈഡിൽ പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ജസ്റ്റ് പ്രിയമുള്ളവരൊന്ന് ഇമാജിൻ ചെയ്തേ, ഈ സ്കെയില് ഇപ്പോൾ ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമേജ് അത് നേരെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അങ്ങനെ കട്ട് ചെയ്ത് എന്ത് വരയ്ക്കാനും സംഭവിക്കുക? നേരെ സെൻറ്ററിലൂടെ അതങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് എന്താ സംഭവിക്കും എന്ന് പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ? കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? കട്ട് ചെയ്താൽ ഇന്നത്തെ ക്ലാസ് കുറച്ച് അധികം ഉറക്കം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ ക്ലാസ് കുറച്ച് ഡിഫറെൻ്റാണ്, ഇന്നത്തെ ക്ലാസ് കുറച്ച് ഹാർഡാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുക, അത് സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു ഭാഗം താന്നു പോകും, ഏതെങ്കിലും ഒരു ഭാഗം പൊന്തിപ്പോവും. ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങളോട് കൂടെ തന്നെ ചേർത്ത് പിടിക്കേണ്ട കാര്യമാണ് നമ്മുടെ റെസ്പോൺസ്. ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹം ദൈവം തരും, പക്ഷേ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവസന്നിധിയിൽ വരരുത്. അനുഗ്രഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഒരു മലയാളം ഫിലിം ആക്ട്രസ്, ഒരു സെലിബ്രിറ്റിയാണ്, രേണുക സുധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് എന്തോ ക്യാൻസർ പോലെ എന്തോ ഒരു മാരക രോഗമാണ്. താൻ ചെയ്തൊരു കാര്യം ഇങ്ങനെയാണ്. താൻ പറയുക, ഒരു ഹിന്ദുവാണ്, ആള് പറയുക, എന്നെ യേശു കർത്താവ് ഇതിൽ നിന്ന് സൗഖ്യമാക്കിയാൽ ഞാനൊരു സുവിശേഷകയായിട്ട് മാറും. ഒന്നുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയാം. എക്സാം പാസ്സായാൽ ഞാൻ ഇത്ര ടൈം പ്രാർത്ഥിക്കും. എക്സാമും പാസ്സായി, ജോലിയും കിട്ടി. എനിക്കറിയത്തില്ല നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ എന്നെ പുറത്താക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം അങ്ങനത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശാന്തമായിട്ട് ഇങ്ങനെ പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, രോഗം മാറിയാൽ ഞാൻ പ്രാർത്ഥിക്കും, ജോലി കിട്ടിയാൽ ഞാൻ ചിലത് ചെയ്യും. സ്കെയില് താന്ന് പോകുന്നുണ്ടെങ്കിൽ, സ്കെയില് ഏതൊക്കെയോ മേഖലകളിൽ ബാലൻസ് അല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ദൈവസന്നിധിയിൽ ഇമോഷൻ്റെ പുറത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവാത്മാവ് ഇടപെട്ടതാ, ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുക്കരുത്. ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുക്കുമ്പോൾ സ്കെയിൽ എന്താകുന്നത്? സദൃശവാക്യം പറയുന്നു, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്,
ഒത്തപടിയോ അവന് പ്രസാദം. കള്ളത്തുലാസം ഉണ്ടോ നമ്മളിൽ ഇന്ന്? 4-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ചോദ്യം നമ്മളോടാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഒരു സമയം വരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കമാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയും. ഞാൻ പറഞ്ഞ കാര്യവും മറ്റുള്ളവർ പല കാര്യങ്ങളും ഞാൻ ഉപദേശിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ദേഷ്യപ്പെടുന്ന അമ്മയുടെ അടുത്ത് മാത്രമാണ്, മറ്റുള്ളവരുടെ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഏതൊക്കെയോ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന ചില കാര്യമുണ്ടോ? ഉണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇംബാലൻസ് ആയിട്ട് കിടക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇതിൻ്റെ ഓരോ വാക്യത്തിലൂടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോവുക. ചോദ്യം, നമ്മൾ എപ്പോഴെങ്കിലും ഒരു അഭിനേതാവായി, കഴിഞ്ഞ ക്ലാസ്സിൽ ഇടപെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകം ഇതുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, ഞാനൊരു ആത്മീകനാണ്. അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ആ ചിന്ത നല്ലതാ. പക്ഷെ അതിൻ്റെ ഒരു മറുപുറം കൂടെ ഞാൻ പറയാം. നമ്മൾ ആത്മീകരാകണം. പക്ഷേ ആ ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ഒരു ടെക്നിക്കായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ആത്മീയത നമ്മളിലോട്ട് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? ആ ആത്മീയത മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണാൻ പറ്റുന്നുണ്ടോ? ഒരു സമയത്തുള്ള ഞാനിത് തുറന്നു പറഞ്ഞ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഒരു കാലഘട്ടം വരെ, ഇപ്പം ഞാൻ ആ കാര്യം പ്രാർത്ഥിക്കുന്നു, കർത്താവ് അങ്ങനെ ഒരു ചിന്ത വരല്ലേ. ചില സമയത്ത് നമുക്ക് അസൂയ വരും. എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് അത് ബൈബിളിലൂടെ തന്നെ ഈ കാര്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ലേയയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്, റാഹേലിന് കുഞ്ഞുങ്ങളില്ല. ഉൽപ്പത്തി ദിവസം 30-ാം അധ്യായത്തിൽ കാണുന്നു. അതുകൊണ്ട് റാഹേലിന് എന്ത് വന്നു? അസൂയ വന്നു. ചിലർക്കുള്ളത് നമുക്കില്ലാത്തപ്പോൾ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ സ്കെയില് താന്നു പോവുക. ചിലർക്കുള്ളത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചിലർക്ക് സമാധാനമുണ്ട്, നമുക്ക് സമാധാനമില്ല. ചിലർക്ക് രോഗമുണ്ട്, നമുക്ക് രോഗമില്ല. കമ്പാരിസൺ ആയിട്ട് ഏതെങ്കിലും മേഖലയുടെ അകത്ത് ആ സ്കെയില് താന്നു പോകുന്ന അനുഭവം ഉണ്ട് എങ്കിൽ 4-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈനിൽ നമ്മളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്കെയില് താഴരുത്, സ്കെയില് ബാലൻസിലാകണം. ഒന്നെൻ്റെ പ്രിയമുള്ളവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, നമുക്ക് 2 കാര്യമുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ ആരാണോ നമ്മൾ, അതാണ് നമ്മുടെ റിയൽ ലൈഫിൽ. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ചിന്തിക്കുക. ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് ആത്മീകനായിട്ട് നടക്കാം. വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആ ആത്മീയത ഇല്ല എങ്കിൽ നമ്മൾ ആത്മീകരല്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഈക്വൽ ആകണം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട്, ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തല. പക്ഷെ അതിന് മറു സൈഡ് ഏതൊക്കെയോ ഭാഗങ്ങൾ ഇംബാലൻസാണ്. ആ വെയിറ്റ് കൂടി നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ 2 കിലോയും 5 കിലോയും 5 കിലോ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു സൈഡിലോട്ട് കൂനായിപ്പോയി. 18 സംവത്സരമായ ആ സഹോദരിക്കും അത് തന്നെയായിരുന്നു. ഒട്ടും നിവരാൻ പറ്റുന്നില്ല. ഇൻബാലൻസ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇൻബാലൻസ് ആണെങ്കിൽ ഇന്ന് അതിന് മാറ്റം വരണം. ഞാൻ അതിൻ്റെ അടുത്തൊരു കാര്യത്തിലൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അവിടെ ഇങ്ങനെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലെറ്റ് യുവർ ലൈഫ് മാച്ച് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ യു. നമ്മുടെ ലൈഫ് മാച്ച് ചെയ്യണം.
അത് കൃത്യമായിട്ട് അത് നമ്മൾ ഇനി വേഴ്സ് 1 നമ്മൾ ആ ഭാഗത്തിലൂടെ നമ്മൾ വരും. വേഴ്സ് 1 നമ്മൾ വരുന്ന സമയത്ത് അവിടെ പറയുക, അവിടെ പറയുന്ന കാര്യം ഇങ്ങനെ: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം. വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിക്ക് യോഗ്യമാകും വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന കാര്യം എങ്ങനെയാണ്? ആ വിളി നമുക്കുണ്ടെന്നൊരു ബോധ്യമുണ്ടോ? ഇന്ന് ആ വിളി നമുക്കുണ്ടെന്നൊരു ബോധ്യമുണ്ടോ? വിളിച്ചവന്റെ വിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ? പക്ഷെ ചോദ്യം, ആ വിളിക്ക് അനുസരിച്ചാണോ നമ്മുടെ ജീവിതം പോകുന്നത്? അതോ ഏതെങ്കിലും മേഖലയുടെ അകത്തൊരു ഡീവിയേഷൻ വന്നിട്ടുണ്ടോ? അവിടെ ഇങ്ങനെയാണ് കാണുന്നത് പ്രിയമുള്ളവരെ, വിളിച്ചവന്റെ വിളി. അപ്പോൾ അതിൻ്റെ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ആ കോളിങ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ്. അത് നമുക്ക് രക്ഷ നൽകുകയും ക്രിസ്തുവിൽ നമുക്ക് പുതിയ ഐഡന്റിറ്റി നൽകുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമ്പോൾ അവിടെ പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച വിളിക്ക് യോഗ്യമാകും വേണം. വർത്തി എന്ന് പറയുന്നത് ആ വിളിയുടെ അകത്തൊരു യോഗ്യതയുണ്ട്. ഞാൻ എൻ്റെ പ്രിയമുള്ളൊരു എക്സാമ്പിളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു കമ്പനിയിലോട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിടും. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ യോഗ്യരാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഒന്ന് ഓഫർ ലെറ്റർ കിട്ടത്തുള്ളൂ. അത് അവർക്ക് തോന്നണം ഈ ആൾ അതിന് വർത്തിയാണ്. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമോ ഇന്ന്? ചില സമയത്ത് കർത്താവ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാന്നേ, ചില സമയത്ത് കർത്താവ് ചിന്തിക്കുമോ ഈ പുള്ളിയെ സ്നാനപ്പെട്ട സമയത്ത് കണ്ടപ്പോൾ ഭയങ്കര തേജസ്സായിരുന്നു എന്ന്. സ്നാനപ്പെട്ടൊരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരു സാറ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: 1-ാം വർഷം ഭയങ്കര ആത്മീകനായിരിക്കും, രണ്ടാമത്തെ വർഷം കയ്യടിയും കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും, 3-ാം വർഷം നമ്മളെയും പ്രാകൃതനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? വിളിയുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അവിടെ കാണുക, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാ, നമ്മളെ മുദ്ര വെച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അടുത്തൊരു കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഇതെല്ലാം ചെയ്തിട്ട് ചോദ്യം നമ്മളോടാണ്. ഇതൊക്കെ ചെയ്തത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ല. ഇത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് അക്കൗണ്ട് നമ്പറിലോട്ട് പൈസ കൊടുത്തിട്ട് കിട്ടിയ കാര്യമല്ല. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലോട്ട് അയച്ചിട്ട് സൗജന്യമായിട്ട് നൽകിയിട്ട് ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ആ കോളിങ്ങിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ആ വിളിക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആ എല്ലാ കാര്യം നമ്മൾ പറയുന്നു, വിളിക്കപ്പെട്ടു, തിരഞ്ഞെടുക്കപ്പെട്ടു, അഡോപ്റ്റഡ് ആണ്, എല്ലാത്തിനേക്കാളും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ കോളിങ് അത് വർത്തിയാണോ? അവിടെ പറയുക, ഇതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കാണുമ്പോൾ മറ്റൊരാൾ നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറയുന്നുണ്ടോ? അവനെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നുണ്ടോ? ഈ കാര്യത്തെ ഒരു സിമ്പിളായിട്ട് കാര്യത്തിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമുണ്ട്. നമ്മളെ ദൈവം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ കൃപ നിമിത്തമാണ്. കോൾഡ് ബൈ ഗ്രേസ്. നമ്മളെ വിളിച്ചത് കൃപയാണ്. എന്നിട്ട് ലിവിങ് ബൈ ഗ്രേസ്. നമ്മൾ ജീവിക്കുന്നതും കൃപയാലാണ്. പക്ഷേ ചില സമയത്ത് വിളി നമ്മൾ മറന്നു പോവുക. അവിടെ ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ആ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുമ്പോൾ പ്രിയമുള്ളവർക്ക് കാര്യം മനസ്സിലാകും. അവിടെ എഴുതി വെച്ചുക, നമ്മൾ യോഗ്യരായിരുന്നത് കൊണ്ടല്ല നമ്മളെ വിളിച്ചത്, നമ്മുടെ കുലമഹിമ നോക്കിയല്ല വിളിച്ചത്, ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് വിളിച്ചത്. ബൈബിൾ ഒരു സ്ഥലത്ത് പറയുന്നൊരു വാചകം എങ്ങനെയാണ്: നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം എന്താകുന്നില്ല? അവിശ്വസ്തൻ ആകുന്നില്ല.
യോഗ്യരല്ലാത്ത നമ്മളെ അദ്ദേഹം യോഗ്യനാക്കുവാൻ വേണ്ടി വിളിച്ചു. എന്നിട്ട് പറയുക, കർത്താവ് പറയുന്ന കാര്യം ഇങ്ങനെയാ, നിങ്ങൾ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കണം. ഇന്ന് നമുക്ക് ആ കാര്യം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, പക്ഷേ അത് തോന്നിയ പോലെ മാറുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ദൈവസഭയുടെ അകത്ത് ഏറ്റവും അധികം തോന്നിയ രീതിയിൽ ആളുകൾ നടക്കുന്നത്. ഓരോരുത്തർക്കും ബോധിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ ന്യായാധിപന്മാരിൽ കാണുന്ന കാര്യം എങ്ങനെയാണ്? ആ കാലത്ത് രാജാവ് ഇല്ലായിരുന്നു. ഓരോരുത്തരും ബോധിച്ച പോലെ നടന്നു, ഓരോരുത്തരും തോന്നിയ പോലെ നടന്നു. നമ്മൾ അങ്ങനെയാണോ നടക്കുന്നത്? ചില സാഹചര്യം നമ്മൾ അങ്ങനെ ആയിരുന്നു, തോന്നിയ പോലെ, എൻ്റെ ഇഷ്ടത്തിന് പോലെ. ഞാൻ അതൊന്ന് കുറച്ചും കൂടെ സിമ്പിളാകാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞായറാഴ്ച ദിവസം 2 പ്രോഗ്രാം. ഒന്ന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം, ഒന്ന് സഭ ആരാധന. സഭ ആരാധനയുടെ മധ്യേ ഇരുന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറയുക, എന്തുവാ ആള് അവിടെ പറയുന്ന കാര്യം എങ്ങനെയാ? അതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമോ, ഒരു പിരിമുറുക്കുവാ. പക്ഷേ ആ കല്യാണത്തിന് പോകാൻ കാണിക്കുന്ന തിരക്ക് ദൈവസഭയുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ, ഇന്ന് അതിൻ്റെ അകത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാ. ആ അളവ്, ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. യോശുവ ഇസ്രായേൽ ജനത്തിന് അളവ് നൂൽ കൊണ്ട് അത് അളന്നു കൊടുത്തു എന്ന് പറയുക. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നമുക്ക് വീണിട്ടുണ്ട്, ശരിയായ രീതിയിലാണോ? ശരിയായ രീതിയിലല്ല എങ്കിൽ അവിടെ ദൈവാത്മാവ് നമ്മളോട് പറയുക, വിളിച്ച വിളിക്ക് യോഗ്യമായിട്ടൊരു ജീവിതം ഒന്നുണ്ടാകണം. ഇത് പ്രസംഗിച്ച ആളുകൾക്ക് ഈ പ്രസംഗം കേൾക്കണ്ട. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളെ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായിട്ട്, അത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ കർത്തൃമേശയ്ക്ക് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, ഇതിൽ നിന്ന് അയോഗ്യമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. അയോഗ്യമായി. ഇന്ന് പ്രാഗൽഭ്യത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റും, യോഗ്യതയോട് കൂടിയിട്ടാണോ ഞാൻ ആ കാര്യം ചെയ്യുന്നത്? യോഗ്യതയോട് കൂടിയിട്ടാണോ ഞാൻ ദൈവസനെ ഇരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഏതൊക്കെയോ മേഖല നമ്മളിപ്പോൾ സ്റ്റക്കായി നിൽക്കുക. ആഗ്രഹം ഉണ്ടെന്നേ, കർത്താവെ പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് ആരാധിക്കണം, കർത്താവ് ഇന്ന് മനസ്സ് തുറക്കണം. പക്ഷെ പറ്റാതെ വണ്ണം എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മടുത്തിരിക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഞാനൊരു സിമ്പിൾ കാര്യം പറയാം. നിങ്ങളുടെ ബൈബിൾ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറ, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പാ, അങ്ങ് സകലതും അറിയുന്നു. എഗസ്കേലിനോട് ചോദിക്കുക, ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ബൈബിൾ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞാട്ടെ. എഗസ്കേലിനോട് കർത്താവ് ചോദിക്കുക, എഗസ്കേലെ ഈ അസ്ഥികൾ ജീവിക്കുമോ? അതേപോലെ കർത്താവെ നീ അറിയുന്നു. പത്രോസിനോട് കർത്താവ് 3 ചോദ്യം ചോദിച്ചു. പത്രോസേ, ഇതിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3ാമത്തെ തവണ അവൻ പറഞ്ഞു, കർത്താവെ അങ്ങ് അറിയുന്നു. ഒന്ന് പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ, കർത്താവെ അങ്ങ് അറിയുന്നു. എൻ്റെ ജീവിതം അങ്ങ് അറിയുന്നു, എൻ്റെ വഴികൾ അങ്ങ് അറിയുന്നു, എൻ്റെ ചിന്തകൾ അങ്ങ് അറിയുന്നു, ഞാൻ കടന്നു പോകുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങളും, ഞാൻ സ്റ്റക്കായിരിക്കുന്ന മേഖല. ഇതൊരു ഹീലിംഗാണ് കേട്ടോ, ഇതൊരു ഹീലിംഗാണ്. ചില ഹൃദയങ്ങൾ ഇന്ന് കർത്താവ് പൊളിച്ചു പണിയുന്ന രാത്രികാലമാണ്. ഞാനിതിന് ആ ബൈബിള് നിങ്ങളുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കാൻ പറഞ്ഞെന്നറിയാമോ? ആ ബൈബിള് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ശ്വാസം അത് നമ്മുടെ ഉള്ളിലോട്ട് വരുക. ഇതിനകത്തുള്ള ശ്വാസം ഇന്ന് നമ്മളോട് പറയുക, ചില കാര്യങ്ങൾ ഇന്ന് ക്രമീകരിക്കാൻ പോവുകയെന്ന്. അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ആ അസ്ഥികളുടെ അകത്തോട്ട് ശ്വാസം വന്നതുപോലെ ഈ ജീവവചനം, ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനം ഇന്ന് നമ്മളെ സകല ചെയ്യുന്ന അവസ്ഥകളെയും, സകല ചെയ്യുന്ന നമ്മുടെ ചെയ്യുന്ന മേഖലകളെയും ഇന്ന് തൊടാൻ പോവുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങളുടെ ഹൃദയത്തെ തൊടാൻ പറ്റത്തില്ല, നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് തൊടാൻ പറ്റത്തില്ല, നിങ്ങളുടെ കൈകാലുകൾ എനിക്ക് തൊടാൻ പറ്റില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞു, ഈ വചനം നെഞ്ചത്തോട് ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ വചനം ഇന്ന് ചിലരുടെ അകത്ത്
അവൻ ഏതു മേഖല നിങ്ങൾ ഒന്നും തുറന്നു പറഞ്ഞില്ലാലും, ഞാൻ അതാ തുടക്കത്തിൽ നിങ്ങളെ കൂടെ എഴുതിപ്പിച്ചത് പ്രിയമുള്ളവരെ, സ്റ്റക്കായി നിൽക്കുന്നത്, ഗ്രോത്ത് ഇല്ലാത്തത്, അത് എക്സ്കേൽ പ്രവാചകൻ പറയാം, ഉണങ്ങിയിരിക്കുക. ചില ഉണങ്ങിയിരിക്കുന്ന അനുഭവങ്ങളുടെ അകത്ത് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമുക്കൊരു ശ്വാസം നൽകാൻ ആഗ്രഹിക്കുക. ഉണങ്ങിയിരിക്കുന്നത്, വരണ്ടിരിക്കുന്നത്, വീർപ്പ് മുട്ടുന്നത്, അതിൻ്റെ അകത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. കർത്താവേ, ഈ രാത്രികാലം അതിൻ്റെ അകത്ത് ആ വിളിക്ക് അനുസരിച്ച് എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല കർത്താവേ, ആ വിളിക്ക് അനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല കർത്താവ്. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തു കർത്താവേ, ഞാൻ ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുത്തു കർത്താവ്, പക്ഷേ ജീവിതത്തിനകത്തൊരു മാറ്റം വരുന്നില്ല എങ്കിൽ കർത്താവ് ഇന്ന് രാത്രിക്കാലം ഒരു മാറ്റം ഉണ്ടാകണം. ഒന്ന്, ആ വാക്യത്തിൽ പറയുകയാണ്, വിളിക്ക് യോഗ്യമായിട്ട് നമ്മൾ നടക്കണം. രണ്ടാമത്തെ ആ ഒരു കാര്യമായിട്ട് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം എങ്ങനെയാണ്? ഒന്ന്, യോഗ്യമായ വിളി. ഇനി അതിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർത്തി വാക്കെന്ന യോഗ്യമായ നടപ്പ. അതിൻ്റെ 2-3 വാക്യങ്ങളിൽ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: പൂർണ്ണ വിളിക്ക്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവേ. ആ വാക്ക് എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിച്ചോ, ശ്രമിച്ചാൽ മതി. അത് ചെയ്യാൻ കുറച്ച് ഇമ്പോസിബിളാണ്. ഇതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 5 റൂൾസ് എന്ന്. 5 റൂൾസ്, നമ്മുടെ ജീവിതത്തിൻ്റെ 5 റൂളുകൾ. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നോട്ടിൽ പ്രിയമുള്ളവർ അത് വായിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. 1, പൂർണ്ണ വിനയം. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, മറ്റൊരാളെ നമുക്ക് ശ്രേഷ്ഠരായിട്ട് എണ്ണാൻ പറ്റുന്നുണ്ടോ? മറ്റൊരാളെ നമുക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തോ പ്രത്യേകത, ആ താഴ്മ, അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഫിലിപ്പിയ ലേഖനം 2:5-8 വരെ, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ലോകത്തിലോട്ട് ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായി ജീവിച്ച യേശുവിൻ്റെ മാതൃകയാണ് ഏറ്റവും നല്ല മാതൃക. അദ്ദേഹം ഒരിക്കൽ ശിഷ്യന്മാരുടെ കാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരു ഗുരുവിനും ചെയ്യുവാൻ പറ്റാത്തത്, ആരുടെയും കാലിൻ്റെ ചുവട്ടിൽ ഇരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ താഴ്മ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം, പൂർണ്ണ വിനയം. രണ്ടാമത്തെ കാര്യം ജെന്റിൽനെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു സൗമ്യതയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്? ശാന്തമായിട്ട്, ഞാനതാ പറഞ്ഞത്, ചില സമയത്ത് പല കാര്യങ്ങളും എനിക്ക് ശാന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു, ഞാൻ വളരെ വേഗത്തിൽ ചൂടാകുമായിരുന്നു. നമുക്ക് സൗമ്യതയിൽ ഇന്ന് കാര്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ. കർത്താവ് പറയുക, മത്തായി സുവിശേഷം 11:28-29 വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടെ ആ ഒരു വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. എല്ലാവരോടും അല്ല പറയുന്നത്, അധ്വാനിക്കുന്നവരോട്, ഭാരം ചുമക്കുന്നവരോട്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിമിത്തമായി വല്ലാത്ത ഭാരത്തിലിരിക്കുന്ന പ്രിയമുള്ളവരോട് കർത്താവ് ഇന്ന് പറയുക, എൻ്റെ അടുക്കലോട്ട് വാ. എൻ്റെ അടുക്കലോട്ട് വന്നാൽ ആ അധ്വാനത്തിൻ്റെ, ആ ഭാരത്തിൻ്റെ അകത്ത് ദൈവം ചില കാര്യങ്ങൾ നമുക്കൊണ്ട് ചെയ്യാമെന്ന്, റെസ്റ്റ് തരാമെന്ന്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില റെസ്റ്റ് അല്ലേ പ്രിയമുള്ളവരെ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതിന് ഉത്തരം എൻ്റെ പ്രിയമുള്ളവർ ഒന്ന് എനിക്ക് നൽകണം. ഒരാഴ്ച കണ്ടിന്യൂസ് നമുക്ക് ഡ്യൂട്ടി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരാഴ്ച കണ്ടിന്യൂസ് ഡ്യൂട്ടി, ഒരു ഗ്യാപ്പ് പോലുമില്ല. ആ സമയത്ത് നമ്മൾ എന്തുമായിരിക്കും ആദ്യം മനസ്സിൽ ചിന്തിക്കുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണെങ്കിൽ നമ്മൾ എന്നാ പറയും? കർത്താവേ, കുറച്ച് റെസ്റ്റ് വേണം. ഇത് എന്നെക്കൊണ്ട്
ചെയ്യാൻ പറ്റുന്നില്ല. റെസ്റ്റ് വേണ്ടവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇന്ന് റെസ്റ്റ് വേണ്ടവരോട് ചില വിഷയത്തിൽ അത് കൃത്യമായ ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് എടുത്തു പറയുക. ജോലിയോടുള്ള ബന്ധത്തിൽ ചില പ്രഷറിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ മാനേജ്മെന്റ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടിയിരിക്കുന്നവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. റെസ്റ്റ് അത് ഇന്ന് കർത്താവ് തരാൻ ആഗ്രഹിക്കുക. ഒറ്റ കാര്യം, നിങ്ങളുടെ മാനേജ്മെന്റിന്റെ സ്ട്രെസ്സോ നിങ്ങളുടെ മാനേജ്മെന്റ് ലെവൽ ആരോ ആകട്ടെ, പക്ഷേ ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് എൻ്റെ ഹൃദയത്തിലോട്ട് ഇന്നൊന്ന് വരണം, എനിക്ക് റെസ്റ്റ് വേണോ അപ്പ. ഞാനത് പറയാൻ കാരണം പ്രിയമുള്ളവർ, ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ അനുഭവത്തിലൂടെയാണ്. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ റെസ്റ്റ് കിട്ടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ പരിപാടി നിർത്താമെന്ന് ഞാൻ വിചാരിച്ചതാ. കർത്താവ് റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചില വണ്ടികൾ അങ്ങനെയാ. അത് ചിലരോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് കൃത്യമായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ചില വണ്ടി റെസ്റ്റ് ഇല്ലാതെ ഓടി അതിൻ്റെ ടയർ പൊട്ടും. അങ്ങനെയാ ചില ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങനെ തകർച്ചയിലൂടെ പോകുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ അകത്ത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് വ്യക്തമായിട്ട് ആ വാക്കിലൂടെ വീർപ്പ് മുട്ടുന്ന ചില വിഷയമായിട്ട് ഇരിക്കുന്നവരുണ്ട്. യാതൊരു തരത്തിലും ഇന്ന് യേശു കർത്താവ് അത്തരത്തിലുള്ള പ്രിയമുള്ളവരെ സ്വതന്ത്രമാക്കുക. ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയാം, ചില പ്രിയമുള്ളവർക്ക് റെസ്റ്റ് കിട്ടുന്ന ചില പ്രിയമുള്ളവരെ അമേൻസ് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മേഖലയുടെ അകത്ത് അല്ലെങ്കിൽ ഒരു അമേൻസ് പൊസിഷനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു വർക്കിനകത്ത് അത് ഭയങ്കര ഹാർഡായി ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ചില മേഖലയുടെ അകത്തിരിക്കുന്ന പ്രിയമുള്ളവരുടെ ദൈവാത്മാവിലൂടെ നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് കിട്ടുന്ന രാത്രികാലമാണ്. അത് ആര് സമർപ്പിക്കുന്നവോ ആര് ഏൽപ്പിച്ചു കൊടുക്കുന്നവോ അവരോട് കർത്താവ് പറയുക, എൻ്റെ അടുക്കലോട്ട് വാ, വേറെ എവിടെ നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ മാനേജ്മെന്റിന് മുന്നിൽ പോയിട്ട് മുട്ടുകുത്തണ്ട, നിങ്ങളുടെ HODയുടെ അടുത്തുകൂടെ നിങ്ങൾ മുട്ടുമടക്കണ്ട. പറ, കർത്താവേ റെസ്റ്റ് വേണം. അത് സൗമ്യതയാ. ഈ റെസ്റ്റ് കിട്ടാതെ വരുമ്പോൾ ആ തീരുമാനം എടുക്കാൻ പറ്റാത്തത് അല്ലേ? റെസ്റ്റ് കിട്ടാതെ നമ്മളിങ്ങനെ തകരുമ്പോഴല്ലേ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും മാറിപ്പോകുന്നേ. കർത്താവ് എന്ന് പറയുക, ചിലർക്ക് ഇന്ന് സൗമ്യതയുടെ ഒരു ആത്മാവ് കർത്താവ് നൽകാൻ പോവുക. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഏറ്റവും അധികം സംസാരിക്കുന്ന കാര്യമാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരും പ്രാർത്ഥിക്കണം. ഡിസിഷൻ മേക്കിങ് അത് ഭയങ്കര ഒരു പ്രാർത്ഥനാ വിഷയമാണ്, ക്രിട്ടിക്കലാണ്. അതിനകത്ത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്, ദീർഘക്ഷമ. അതിനെ ഇന്നലെ രാത്രി എന്നെ ഒത്തിരി പഠിപ്പിച്ച ഒരു കോട്ട്. കർത്താവ് എന്തിനാണ്, ഈ ദൈവം എന്തിനാ ജോസഫിനെ കാരാഗ്രഹത്തിലാക്കിയെന്നറിയാമോ? കാരാഗ്രഹത്തിലാക്കിയത് അവന് പാലസ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ്. അവനെ വെയിറ്റിംഗ് റൂം കൊടുത്ത് അവനെ പ്രിസണിലാക്കിയത് എന്തിനാ? പാലസ് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ജോസഫ് പാലസിൽ വന്ന് അവന് പാലസ് ഒരുക്കാൻ പറ്റത്തില്ല. ചില വിഷയത്തിനകത്ത് ദീർഘക്ഷമയോടെ ചില നാളുകളായിട്ട് കാത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് ഉറപ്പിച്ച് ദൈവാത്മാവ് പറയുക. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അത് കർത്താവിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് കർത്താവ് ആ കാര്യം പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സഹിച്ചൂന്ന്. തൻ്റെ മുന്നിൽ ഒരു അപമാനം ഉണ്ടായിട്ടും സഹിച്ചൂന്ന് ദൈവാത്മാവ് ഇടപെടുക. ചില അപമാനത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരുടെ ദൈവാത്മാവ് ഇടപെടുക, അല്പസമയം കൂടി ഒന്ന് സഹിക്കുക. അങ്ങനെ തന്നെ ദൈവാത്മാവ് ഇടപെടുക. അപമാനത്തിലൂടെ കടന്നു പോകുന്ന ചിലർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയമുള്ള ഒരു അല്പസമയം കൂടെ ഒന്ന് സഹിക്കാൻ പറ്റുമോ? ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, ചിലർ അങ്ങനെ ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ഇരിക്കും. അവർ പറയുക കർത്താവെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് ചിലർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇനി ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. കർത്താവ് ഇനി ഓടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കർത്താവെ എൻ്റെ ജീവനെ ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ പേര് വിളിച്ചു പറയാത്തത് എന്നാന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു കൂട്ടായ്മ ആയതുകൊണ്ടും അത് മറ്റൊരു ഭാരം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ കൃത്യമായ നിയോഗത്തിൽ ഞാൻ പറയാം. ഇതിനകത്ത് ആ ഡെഡ് ലൈനിൽ നിൽക്കുക ചിലര്. അതിൻ്റെ അകത്ത് ദൈവാത്മാവോട് അല്പസമയം കൂടെ ഒന്ന് സഹിക്കുക. അല്പസമയം കൂടെ ക്രൂശ തറയുന്നതാ, അതില് നമ്മളെ അടിക്കുന്നതാ, അത് നമ്മൾ പൊക്കേണ്ടതാ. ചിലരോട് ദൈവാത്മാവ് ആ കാര്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുക, യേശു കർത്താവ് ക്രൂശ് എടുത്തപ്പോൾ വീണുപോയി. ചില അമിത ഭാരമായിട്ട് വീണും എഴുന്നേറ്റും പോകുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. വീഴുന്നു, എഴുന്നേൽക്കുന്നു, സകല എനർജിയും പോയിരിക്കുന്നവരുണ്ട്. ഈ വാക്കൊന്നും ഈ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല, ദൈവാത്മാവോട് ചെയ്യാം. ചില എനർജിയൊക്കെ പോയി വീക്കായിട്ട് പലതിൻ്റെ അകത്തും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അങ്ങനെ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ സഹിഷ്ണുത അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ്, ആ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. അടുത്തൊരു കാര്യം ഇങ്ങനെ പറയുക. അടുത്ത ഒരു കാര്യം ഇങ്ങനെ, സ്ക്രീൻ ഷെയർ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. അടുത്തൊരു ഭാഗത്തിലും കൂടെ ഞാൻ ആ ഒരു ഭാഗത്തു നിന്ന് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസാ പ്രിയമുള്ളവരെ. അല്പസമയം ഒന്ന് ഞാൻ ചോദിക്കുകയാണ്, ഒന്ന് റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മറ്റൊരു ഇതിലോട്ട് പോകേണ്ട. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പൂർണ്ണ വിനയത്തോട് കൂടിയിട്ട്, പൂർണ്ണമായ ആ ഒരു ദൈവിക സൗമ്യതയ്ക്ക് വേണ്ടിയിട്ട്. അടുത്തൊരു കാര്യം ദീർഘക്ഷമയോടെ വേണ്ടിയിട്ട്. ഒരു സെക്കൻഡ്. ഇതൊക്കെ നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലാസ് പോലും ആ ഒരു ദൈവിക സാന്നിധ്യത്തിലൂടെ വരുമ്പോൾ ടെക്നിക്കലായിട്ട് പോലും എന്ത് വരും, പല കാര്യങ്ങളും വല്ലാതെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥനയോട് കൂടിയിട്ട് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 3-ാമത്തെ കാര്യം ക്ഷമയാണ്. 4-ാമത്തെ കാര്യം ബിയറിംഗ് വിത്ത് വൺ അനദേഴ്സ് ഇൻ ലവ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുക പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. സ്നേഹത്തിൽ പൊറുക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹത്തിൽ അന്യോന്യം നമുക്കിന്ന് പൊറുക്കാൻ പറ്റുന്നുണ്ടോ? 4-ാമത്തെ കാര്യമാണ് 5 റൂൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ റൂള്, നമുക്ക് താഴ്മയുണ്ടാകണം അല്ലെങ്കിൽ വിനയം ഉണ്ടാകണം. 2-ാമത് സൗമ്യത ഉണ്ടാകണം. 3-ാമത് പേഷ്യൻസ് ഉണ്ടാകണം. 4-ാമത്തെ റൂളാണ് നമ്മൾ പഠിക്കുന്നത്, മറ്റൊരാളുടെ ആ ഒരു ഭാരത്തെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്നേഹത്തിൽ പൊറുക്കാൻ പറ്റണം, ദേഷ്യത്തിലല്ല, സഹതാപത്തിലല്ല. അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്നൊരു ചിന്ത വരുമ്പോൾ അത് കർത്താവ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക എന്നാന്ന് വെച്ചാൽ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളോടുള്ള ബന്ധത്തിൽ സംസാരിക്കുക. റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. നമ്മൾ നീതിമാനായപ്പോഴല്ല കർത്താവ് മരിച്ചത്. 5:8 പറയുമോ, നാം പാപികളായിരുന്നപ്പോൾ, നാം തകർന്നവരായപ്പോൾ, നാശകരമായ ചേറ്റിൽ കിടന്നപ്പോൾ നമ്മളോട് ക്ഷമിച്ചെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ചില വിഷയങ്ങൾ ഇന്ന് നമുക്കൊരു ക്ഷമ വേണം. ചില വിഷയങ്ങളിൽ ഇന്ന് നമുക്ക് ആ ഒരു ചിന്ത വേണം. അന്യോന്യം സ്നേഹത്താൽ ചില കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ പറ്റണം. ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ ഇങ്ങനെ പറയുവാണ്, വചനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാ,
അന്യോന്യം സ്നേഹത്തിൽ പൊറുക്കണം ചില കാര്യങ്ങൾ. അതുകൊണ്ട് അത് പൊറുക്കാൻ പറ്റാത്തതുകൊണ്ട് ഹൃദയത്തിനകത്ത് അതൊരു മുറിവായിട്ടിരിക്കുന്നത്, ഹൃദയത്തിനകത്ത് ഒരു വേദനയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം വലിഞ്ഞു മുറുകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ ആ ഒരു ഭാഗം 4ാമത്തെ റൂള് അന്യോന്യം പൊറുക്കണം, കർത്താവ് നമുക്ക് വേണ്ടി പൊറുത്തതുപോലെ. 5ാമത്തെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3ാമത്തെ വാക്യത്തിൻ്റെ ഏപ്പാട്ടി പറയുന്ന കാര്യമുണ്ട്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യത നമുക്കുണ്ടാകണം. 5ാമത്തെ കാര്യം ആത്മാവിൻ്റെ ഐക്യത. എന്തോ പ്രത്യേകത? നമുക്കൊരു ആ ഒരു സമാധാനത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ആ കാര്യം എന്താണെന്നുള്ള കാര്യമാണ് അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഡിങ് ഭാഗത്തോട് നമ്മൾ വരുമ്പോൾ ചില ശ്രമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. ചില ശ്രമങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. തിമത്തിയോസിനോട് പൗലോസ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, സത്യസുവിശേഷത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അതിന് വിപരീതമായിട്ടല്ലാതെ നീ എന്ത് ചെയ്യണം? സത്യത്തോടെ നിൽക്കുവാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ നീ ശ്രമിക്കുക എന്നാ പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ഒരു ശ്രമമായിട്ട് എടുക്കാൻ പറ്റൂ. ചില ശ്രമം, സ്നേഹിക്കാമെന്നുള്ള ശ്രമം, അത് വാക്ക് പറയല്ല, അതുകൂടെ ഞാൻ പറയുക. ഇമോഷൻ്റെ പുറത്ത് ക്ലാസ്സിൽ ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കുറേ സ്ലൈഡും ഓടിച്ച് കാര്യങ്ങൾ പറയുമോ എന്നുള്ളത് എടുക്കണ്ട. നമ്മുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ, കർത്താവേ, താഴ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം, മറ്റുള്ളവർ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം, മറ്റുള്ളവരെ എൻ്റെ സഹോദരനും സഹോദരിയുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം, മറ്റുള്ളവരോട് അസൂയ ഇല്ലാതിരിപ്പാൻ ഞാൻ ശ്രമിക്കാം, മറ്റുള്ളവരോട് സംസാരിപ്പാൻ. ഒരു കാര്യം, അത് ദൈവാത്മാവ് ഒരു നിയോഗം നൽകുന്നതുകൊണ്ട് ഞാൻ പറയുക. ഏലിയാവിൻ്റെ പുതപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, പക്ഷെ ആ പുതപ്പ് ഇന്നിടേണ്ട നമ്മുടെ വീട്ടിനകത്താണ്. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏലിയാവിൻ്റെ പുതപ്പ് ഇടേണ്ടത് ഇന്ന് വീട്ടിനകത്ത് ഇന്ന് വേദനിക്കുന്ന ചിലരുണ്ട്, വീട്ടിനകത്ത് ഇന്ന് തകരുന്ന ചിലരുണ്ട്, വീട്ടിനകത്ത് വല്ലാതെ ഹൃദയത്തിനകത്ത് ഭാരത്തിൽ കിടക്കുന്ന ചിലരുണ്ട്. അവർക്ക് ആ പുതപ്പ് കൊടുക്കണം. ആ പുതപ്പിൻ്റെ പ്രത്യേകത അതൊരു ആശ്വാസമാണ്. അത് പരിശുദ്ധാത്മാവ് മാത്രമല്ല പ്രിയമുള്ളവരെ, ആ പുതപ്പ് ചിലതിനെ കവർ ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ചിലരൊന്ന് കവർ ചെയ്ത് പിടിക്കാൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പലരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പോയിട്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മിനിസ്ട്രിയിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചത്, കർത്താവേ, ആരെങ്കിലുമൊക്കെ ഒന്ന് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നേന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലർ ആഗ്രഹിക്കുക, നമ്മുടെ പ്രസൻസ് പോലും ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലർ ചിന്തിക്കുക, അവരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ. ചില ബന്ധങ്ങളെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് റിസ്റ്റോർ ചെയ്യുക. ചില ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് മാറ്റുക. ചില നാളുകളായിട്ട് ഹൃദയത്തിനകത്ത് തകർന്നു കിടക്കുന്ന ചില ബന്ധങ്ങളെ ഈ രാത്രികാലം ദൈവാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുക, അതിനെ റീസ്റ്റോർ ചെയ്യുക, പുതുക്കുകയാണ്. ആ പുതപ്പ് അത് ഇന്ന് നമ്മുടെ വീട്ടിനകത്ത് വീണ് കഴിയുമ്പോൾ ആ പുതപ്പിലൂടെ ഒരു തലമുറ പുറത്തോട്ട് വരും. അതാ നമ്മൾ കാണണ്ടേ. ആ പുതപ്പ് വീണത് എവിടെയെന്നറിയാമോ? ഏലീശ എന്ന് പറയുന്ന മനുഷ്യന്റെ വീത്ത. അവൻ ചെളിയിൽ കിടക്കുന്നവനാ, അവൻ ദുർഗന്ധം പിടിച്ചവനാ. അങ്ങനെയുള്ള ആ മേഖലയുടെ അകത്ത് ഇന്ന് ആ പുതപ്പ് വീഴുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിളിക്ക് യോഗ്യമായി നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ വിളി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഭാഗത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനാണ്. ഈ ഇല്ലുസ്ട്രേഷനിൽ
ഈ ബ്രിഡ്ജ് എന്തുകൊണ്ടാണ് വീഴാതിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചതാ, ഈ പാലമൊക്കെ പണിയുമ്പോൾ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ വെള്ളത്തിലോട്ട് വീഴത്തില്ലേ എന്ന്. പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ ബ്രിഡ്ജ് വീഴാതിരിക്കുന്നത്? ആ ബ്രിഡ്ജ് എന്തുകൊണ്ടാണ് വീഴാതിരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും? അത് വെള്ളത്തിലല്ലേ നിൽക്കുന്നത്? It has a strong foundation. യെസ്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഞാൻ ഇതിൻ്റെ കൂടെ ചോദിക്കാം, മറ്റുള്ള ഉത്തരങ്ങളോട് എനിക്ക് വേണം. കാരണം അതിലൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത അടുത്തൊരു ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വെള്ളത്തിലല്ലേ സ്ഥാപിച്ചേക്കുന്നത്? വെള്ളത്തിൽ തിരമാലകൾ അടിക്കത്തില്ലേ? വെള്ളത്തിൽ കാറ്റുകൾ അടിക്കത്തില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? അത് നിലനിൽക്കുന്നത് കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ആ ബ്രിഡ്ജ് വെള്ളത്തിലോട്ട് വീഴാത്ത? ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടത് വെള്ളത്തിൽ വീഴുന്നില്ല? ഉറപ്പുള്ള തൂണുകളാണ്. നല്ല ഉത്തരവാണ്. ഒന്ന് ഫൗണ്ടേഷൻ, 2 തൂണുകൾ. അടുത്ത വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുന്ന പ്രിയമുള്ളവർക്ക് എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാ? എന്തെങ്കിലും ഉത്തരവുണ്ടോ? ആ 2 ഉത്തരത്തെ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയട്ടെ. അതിനൊരു പില്ലറുണ്ട്, ഒരു താങ്ങുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്തും അതുപോലെ ചില താങ്ങുകൾ ഉണ്ടാകണം. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു ഇല്ലുസ്ട്രേഷനും കൂടെ ഞാൻ ചോദിക്കാൻ പോവുക. ഒരു ചെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചെയറിന് 4 അതിൻ്റെ ആ ഇരിക്കുന്ന ആ ഒരു കാര്യമുണ്ട്. പക്ഷെ ആ കാലുകളിൽ 4 എണ്ണത്തിൽ 1 ഒടിഞ്ഞു പോയി. എൻ്റെ ചോദ്യം, ഇങ്ങനെയുള്ള ഒരു ചെയറിൽ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരു ചെയറിൽ ഇരിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാ? 3 എണ്ണം ഉണ്ടല്ലോ അവിടെ, അല്ല ആൻറ്റി? 4 ചെയറിൽ 4 കാലിൽ 3 എണ്ണം ഉണ്ടല്ലോ. 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാലോ. ബാലൻസ് കിട്ടത്തില്ല. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ പ്രിയമുള്ളവരെ? 4 എണ്ണം വേണം. ഈക്വലി അലൈൻ ചെയ്യത്തില്ല. പിന്നെ വേറെ എന്തുവാ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഉറപ്പില്ല. ഉറപ്പില്ലാത്ത എന്തുകൊണ്ടായിരിക്കും ആന്റി? ഉറപ്പില്ലാത്ത എന്തുകൊണ്ടായിരിക്കും? ഒരു കാല് പോയപ്പോ. അപ്പൊ എന്റെ ചോദ്യം, 3 കാല് ഉണ്ടായിട്ടും ഒറ്റ കാല് പോയപ്പോ അത് ഉറച്ചു വെക്കാൻ പറ്റുന്നില്ല ആന്നോ? 3 കാല് ഉണ്ട്, പക്ഷെ ആ ഒരു കാല് പോയപ്പോഴാ മനസ്സിലാകുന്നത്. 4 കാലുള്ളപ്പോ വില മനസ്സിലായില്ല ആന്നോ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? പ്രിയമുള്ളവർക്ക് പറയാം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ പറയാം. അതിലൂടെ ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു പോയിന്റ് എനിക്ക് അവിടെ കണക്ട് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഉത്തരവുണ്ടോ? അവിടെ ചിലത് ഷെയ്ക്കൺ ആയപ്പോഴാണ് അതിന്റെ വില മനസ്സിലായത്. തൊട്ടു മുമ്പ് കണ്ട നമ്മൾ ആ പില്ലേഴ്സും, ആ പില്ലേഴ്സിൽ ഒന്ന് പോയാൽ അതിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതിലൂടെ പോകുന്ന മനുഷ്യര്, അതിലൂടെ പോകുന്ന സകല കാര്യങ്ങളും താഴെ ചാടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം, നമ്മൾ എപ്പോഴൊക്കെയൊക്കെയോ വീണ് പോകേണ്ടതായിരുന്നു. നമ്മളും എപ്പോഴൊക്കെയൊക്കെയോ നമ്മുടെ പില്ലേഴ്സൊക്കെ മാറിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്നും ഉറച്ചു നിൽക്കുന്നത്, ഇന്നും നിലനിൽക്കുന്നത്, ഇന്നും ആ 4 ചെയറിന്റെ 1 പോയപ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കിയതെങ്കിൽ ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരോട് പറയാം. എത്രയോ തവണ കാലിടറിയതാ, എത്രയോ തവണ കാല് ഇടിഞ്ഞ് അല്ലെങ്കിൽ കാലൊടിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നടത്തം പോലും സ്റ്റോപ്പായതാ. പക്ഷേ ആ ഇല്ലിസ്ട്രേഷൻ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാമോ? അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ.
അത് വീഴാത്തതിൻ്റെ കാരണം അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള പില്ലേഴ്സ് ഉണ്ട്. അതാ റിവറിൻ്റെ പ്രത്യേകത. ആ ചെയറിന് ഈക്വൽ ആയിട്ടുള്ള ആ 4 കാലുകൾ നിന്നപ്പോൾ അതെന്തായത് ബാലൻസ് ഉള്ളതായിട്ട് മാറിയതാ. അങ്ങനെയെങ്കിൽ ഈ സെക്ഷൻ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്. ഏതെങ്കിലും മേഖലയുടെ അകത്ത് നമ്മുടെ ചില അമേൻസ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണോ ആയിരിക്കുന്നത്? ഏതൊക്കെയോ മേഖലകളകത്ത് നമ്മുടെ ചില വിഷയത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു നിലവാരത്തിലാണോ? ഏതൊക്കെയോ കാലുകൾ വീണു പോയതുപോലെയാണോ? ഏതൊക്കെയോ സ്ട്രോങ് ആയിട്ടുള്ള, ഇന്ന് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് പ്ലാറ്റ്ഫോമിലോട്ട് അത് വീണു. യാത്ര തടസ്സപ്പെട്ടു. നമ്മളോടാ ചില യാത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം സ്റ്റക്കായിട്ടാണോ ഇരിക്കുന്നത്? ചില യാത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ചില പില്ലേഴ്സിൻ്റെ ഈ ചെയറിന് സ്ക്രൂ ഉള്ളതാണെങ്കിൽ സ്ക്രൂ ഇളകിയാലും മതിയെന്നേ, ഒടിയണ്ട. ഇളകിയ കസേരയിൽ ആരും ഇരിക്കത്തില്ല. ഇളകിയതിൽ ആരും ഇരിക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതിനകത്ത് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചോദ്യം, കർത്താവ് ഇളകിയ നമ്മളിൽ ഇരിക്കുമോ? ഇളക്കുക, വല്ലാതെ ആടിക്കൊണ്ടിരിക്കുക, അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുക, ഹൃദയത്തിനകത്ത് വലിയ ഭാരം നിൽക്കുക. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. ഇന്ന് ആ അടിസ്ഥാനത്തെ ഉറപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആ കാലുകൾ ഉറപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു കാര്യം, എൻ്റെ പ്രിയമുള്ളവർ, ഈ ഡ്രില്ലർ ഇട്ടിട്ട് നിങ്ങൾ സ്ക്രൂ ഈ ഭിത്തിയിലോട്ട് കയറ്റുന്നത് കണ്ടിട്ടുണ്ടോ? അത് തിരിച്ച് കയറ്റുന്നത്. ഇത് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ആ സ്ക്രൂ പിരി വെട്ടിപ്പോയാൽ കയറത്തില്ല. കർത്താവ് ആഗ്രഹിക്കുക ആ സ്ക്രൂ കയറുമ്പോൾ അതിന് കുറച്ച് വേദന തോന്നുമ്പോൾ ഇന്ന് കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും. ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒന്ന് നയിക്കാൻ പോവുക. ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. കർത്താവേ, ആ വിളിക്ക് യോഗ്യമാവണം പലപ്പോഴും നടക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കാലിടറിയിട്ടുണ്ട്. അതാ പാട്ടുകാരൻ പറയുന്നത്, കാലുകളേറെ കുറെ വഴുതിപ്പോയി. കർത്താവ് വഴുതിപ്പോയിട്ടുണ്ട്. കർത്താവ് വീണ് പോയിട്ടുണ്ട്. കർത്താവ് വലിയ വേദനകൾ വന്നിട്ടുണ്ട്. കർത്താവ് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പ. വലിയ ഭാരത്തോടെ ഞങ്ങൾ ചില വിഷയത്തിനകത്ത് ഇരിക്കുന്നത്. ജോലിയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ചിന്തിച്ചത് അതാ ഞങ്ങളുടെ അടിസ്ഥാനമെന്ന, അത് ഭയങ്കര സ്ട്രോങ് പില്ലറാന്ന, അത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ കർത്താവെ, അതിൻ്റെ അകത്ത് ഇന്നൊരു അടിസ്ഥാനം ഇളകുവപ്പ. അതിൻ്റെ അകത്ത് വലിയ വേദന വരുവപ്പ. അതിൻ്റെ അകത്ത് ചങ്ക് തകർന്നു പോകുവപ്പ. കർത്താവ്, ഞങ്ങളുടെ കോൺഫിഡൻസ് ആയ പല കാര്യങ്ങളും വീണ് പോകുവപ്പ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഇതൊക്കെയായിരുന്നു എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം. കർത്താവ്, ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ വീഴത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ്, ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങൾ മനസ്സിലാക്കുക, പലത് ഇളകിയിരിക്കുക, പലതും തുരുമ്പിച്ചിരിക്കുകയാണ്, പലതിൻ്റെ സ്ക്രൂ ടൈറ്റ് ആകാതിരിക്കുക. അപ്പോൾ അത് എവിടെയാണ് ടൈറ്റ് ആക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതെങ്ങനെയാണ് ടൈറ്റ് ആക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതിനെ ഞെട്ടും ബോൾട്ടൊക്കെ പൊട്ടി ഇരിക്കുക. കർത്താവെ, ഈ രാത്രികാലം സ്വർഗീയ നല്ല പിതാവേ അപ്പ, ഈ ഒരു മീറ്റിങ്ങിലിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളെ സമർപ്പിക്കും. വാക്ക് എന്ന് പറയുന്ന വേർഡിലൂടെ ഞങ്ങൾ ഇന്ന് പഠിച്ചു. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. അതിലെ 5 റൂളുകളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. കർത്താവെ, പല മേഖലകളകത്ത് ഞങ്ങളുടെ പില്ലേഴ്സ്, ഞങ്ങളുടെ ഫൗണ്ടേഷൻസ്, ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡായ മേഖലകൾ, ഞങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള ജീവിതം അത് ഷെയ്ക്കണാകുക. കർത്താവെ, ഇന്ന് രാത്രിക്കാലം ഞങ്ങളിന്ന് റിസ്റ്റോർ ചെയ്യണമേ. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾക്ക് റെസ്റ്റ് തരണമേ. ഇന്ന് രാത്രികാലം വീർപ്പ് മുട്ടിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവാത്മാവ് ഞങ്ങളോട് വ്യക്തമായിട്ട് ഇടപെട്ടുള്ളൂ. കർത്താവെ, അത് ഞങ്ങൾ ആരെടുത്തും പറയുന്നില്ല. ഈ രാത്രികാലം ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുകയാണ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിനെന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും അവരുടെ ഹൃദയത്തെ, അവരുടെ ചിന്തകളെ, അവരുടെ ഭാരങ്ങളെ, അവരുടെ പ്രഷേഴ്സിനെ, അവരുടെ ഡിപ്രഷനെ, അവരുടെ ഐസൊലേഷനെ ഈ രാത്രികാലം ഞങ്ങൾ അമേൻ പറഞ്ഞ ദൈവകരങ്ങളിലോട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഇതിനകത്തിരിക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ഇനി ക്ലാസ്സുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിച്ചവരെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാതിരിക്കുവാൻ തടസ്സമായിട്ട് ഉയർന്നു നിൽക്കുന്ന മേഖലകളുടെ മധ്യ ചിലത് ചെയ്യുവാൻ ശ്രമിക്കുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ ക്ലാസ്സിൽ ദൈവാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, ചിലത് ചെയ്യുവാൻ ശ്രമിക്കുക. ആ ഒരു തീരുമാനത്തിൽ നമുക്ക് ഉറച്ച് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.